Hi dear students, welcome to A Plus Physics. മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ലോജിക് ഗേറ്റ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലോജിക് ഗേറ്റ്സ്. ഇതേ ചാപ്റ്ററിൽ തന്നെ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്താണ് ഡയോഡ് എന്നും എന്താണ് ഫോർവേഡ് ബയാസ് എന്നും എന്താണ് റിവേഴ്സ് ബയാസ് എന്നും ഇനി ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും അതുപോലെ തന്നെ ഫിൽറ്റർ സർക്യൂട്ടിൻ്റെ ഹെൽപ്പ് എങ്ങനെയാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളായി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പം ആരെങ്കിലും ആ വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാക്രമം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്. നമ്മുടെ ചാപ്റ്റർ എന്താണ്? സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ്. എന്താണ് ഈ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെമി കണ്ടക്ടറുകളായിരിക്കും നമ്മൾ ആ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുക. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടിനും സാധാ നോർമൽ ഇലക്ട്രോണിക് സർക്യൂട്ട് പോലെ ആയിരിക്കുകയില്ല. അതിന് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് നമ്മളിപ്പം ഒരു ഇൻപുട്ട് എടുക്കുകയാണ്. ഒരു ഇൻപുട്ട് നമ്മളൊരു സർക്യൂട്ടിൽ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഒരു സൈൻ വേവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കൊസൈൻ വേവ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് അത് വാരി ചെയ്യുന്നതാണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യുന്ന വേവുകളാണ് നമ്മൾ പറയുന്ന ഈ സൈൻ വേവ് ആണെങ്കിലും കോസ് വേവ് ആണെങ്കിലും ഒക്കെ. ദാറ്റ് മീൻസ് കൊസൈൻ വേവ് ആണെങ്കിലും ഏത് ട്രിഗണോമെട്രിക് വേവ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വേവുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും അത് വിത്ത് റെസ്പെക്ട് ടു ടൈം കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു മാക്സിമ ദെൻ എ മിനിമ, അതിനിടയിലുണ്ടാകുന്ന അതായത് ആ ലാഗ് അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മളതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു അനലോഗ് വരയ്ക്കുകയാണെങ്കിൽ അനലോഗ് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ദാറ്റ് മീൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പം അവിടെ ഉണ്ടാകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാക്സിമം ഉണ്ടാകും, ഒരു മിനിമം ഉണ്ടാകും. അതെങ്ങനെയാണ്? വോൾട്ടേജ്, ഇവിടെ നിങ്ങൾ വോൾട്ടേജ് വേരിയേഷൻ കണ്ടു. എങ്ങനെയാണ്? ഇതിങ്ങനെ കൂടി വന്ന് മാക്സിമത്തിൽ എത്തുന്നു, വീണ്ടും കുറയുന്നു, വീണ്ടും മാക്സിമത്തിൽ എത്തുന്നു, വീണ്ടും കുറയുന്നു. അവിടെ ഒരു ടൈം ലാഗ് ഉണ്ട്, വേരിയേഷൻ ഓഫ് ദാറ്റ് ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്നാൽ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നോക്കൂ, മാക്സിമം ഉണ്ട്, ദെൻ മിനിമം, പിന്നെ അടുത്ത കുറേ സമയം കഴിഞ്ഞാൽ വീണ്ടും ഒരു മാക്സിമ, ഒരു മിനിമ. ഇത്തരത്തിൽ മാക്സിമം മിനിമം മാത്രമാണ് കാണിക്കുന്നത്. സോ ഈ പോയിന്റ് നോക്കൂ നിങ്ങൾ, ഈ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ മാക്സിമ ദെൻ വെരി ഷാർപ്പ് മിനിമ. അപ്പം അവിടെ നമ്മൾ പറയാറുള്ളത് മാക്സിമ, അതിനെ നമ്മൾ വിളിക്കുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ വിളിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറിയാണ്. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് വരുന്നത് 2 വേരിയബിൾ ആയിട്ടാണ്. ഒന്ന് 1 മാക്സിമ, 1 മിനിമ, 0. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ഒരു മാക്സിമ ഉണ്ടാകും 1ഉം ഒരു മിനിമ ഉണ്ടാകും 0യും. എന്നാൽ ഇവിടെ നോക്കൂ, എന്താണ്? അവിടെ 0 ഉണ്ട്, ദെൻ ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസ് ആണുള്ളത്. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അനലോഗ്, ഇതിന് വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് സിഗ്നലുകളും ഡിജിറ്റൽ ഇലക്ട്രോണിക് സിഗ്നലുകളാണ്. പകരം നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നത് അനലോഗ് ആയിരുന്നു. ഇപ്പം കപ്പാസിറ്റർ പോലെയുള്ളത്, അതായത് ഡിസ്ചാർജിങ് അവിടെയൊക്കെ എന്ത് പറയുകയാണെങ്കിലും നമുക്ക് അവിടെ ഒരു ലാഗ് നമുക്ക് കാണും. എന്നാൽ ഇവിടെയോ ഷാർപ്പായിട്ട് മാക്സിമ, മിനിമ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഓൺ ഓഫ്. 2 പോസിബിലിറ്റീസ് ഉള്ളൂ, അതായത് യെസ് ഓർ നോ, ട്രൂ ഓർ ഫാൾസ്, ഓർ 1 and 0 എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അത്തരത്തിലുള്ള ഇൻപുട്ടുകൾക്കും ഔട്ട്പുട്ടുകൾക്കും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഉള്ളത്? എവിടെയാണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ്. ഇനി ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഓപ്പറേഷൻസ്, അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ ബേസിക് ഘടകം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സർക്യൂട്ടിലെ, ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് 1 0 0 1 ആയിരിക്കും. അത്തരത്തിലുള്ളൊരു സർക്യൂട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഘടകം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പാർട്ട് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്.
എന്തുകൊണ്ടാണ് ഈ ലോജിക് ഗേറ്റ്സ് എന്ന് പേര് വരാൻ കാരണം അവിടെ ആ ഒരു പർട്ടിക്കുലർ പാർട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ലോജിക്കിലായിരിക്കും. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ലോജിക് റിലേഷൻ ഉണ്ടാകും. ഓക്കെ, അത്തരത്തിൽ ലോജിക് റിലേഷനിൽ വരുന്ന സർക്യൂട്ടിൽ വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ലോജിക് അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ആ സർക്യൂട്ടിൽ വരുന്ന ഭാഗമാണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ഇൻ ഡിജിറ്റൽ ഫോം, നോട്ട് ഇൻ അനലോഗ് ഫോം. ഈ ഡിജിറ്റൽ ഫോമിലേക്ക് നമുക്ക് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും തരുന്ന ആ സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന ബേസിക് ആയിട്ട് വിളിക്കുന്ന പേരാണ് ലോജിക് ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് വർക്കിംഗ് ബേസ്ഡ് ഓൺ എ ലോജിക്. അതായത് അതിൻ്റെ ഇൻപുട്ടും അതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിൽ ഒരു ലോജിക്കിലൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ലോജിക് ഉള്ളത് കൊണ്ടാണ്, ഒരു ലോജിക് റിലേഷൻ ഉണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലോജിക് ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ എത്ര ലോജിക് ഗേറ്റ്സ് ആണ് പഠിക്കാനുള്ളത്? നമുക്ക് 5 ലോജിക് ഗേറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതായത് ആദ്യം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള 3 ഗേറ്റ്സും അതിനുശേഷം ഈ ബേസിക് 3 ഗേറ്റ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന 2 ഗേറ്റ്സും, അങ്ങനെ ടോട്ടൽ 5 ഗേറ്റ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ 1 by 1 നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ഗേറ്റ്സ്, അതായത് ഒന്നാണ് ആൻഡ്, ദെൻ ഓർ, ദെൻ നോട്ട്, 3 ഗേറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഈ നിങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്ന് പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ലോജിക് ഗേറ്റ്സ്, ലോജിക് ഗേറ്റ്സിൻ്റെ സിമ്പിൾ എന്താണ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആണ്, ഒരു ലോജിക്കലി ഉള്ള റിലേഷൻ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ. അപ്പോൾ ആ ഇൻപുട്ടും ഔട്ട്പുട്ടും കാണിക്കുന്ന ഒരു ടേബിൾ, ആ ടേബിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രൂത്ത് ടേബിൾ. അപ്പം എന്താണ് ലോജിക് ഗേറ്റ്സ് എന്ന് അറിയണം, ലോജിക് ഗേറ്റ്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നറിയണം, അത് എങ്ങനെയാണ് ഒരു സിഗ്നൽ ഇൻപുട്ട് ഔട്ട്പുട്ട് തരുന്നത് എന്നറിയണം, അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനും അറിയണം. വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ച ബേസിക് ആയിട്ട് പഠിച്ച മാത്തമാറ്റിക്കൽ റിലേഷൻസ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫസ്റ്റ് വൺ ഇസ് ആൻഡ് ഗേറ്റ്. എന്താണ് ആൻഡ് ഗേറ്റ് നോക്കാം. ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ആണ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നമ്മൾ ഈ എല്ലാ ഗേറ്റ്സിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പം ആൻഡ് എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതരുത്, യു ഷുഡ് റൈറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. സോ വാട്ട് ഇസ് ആൻഡ് ഗേറ്റ്? ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം, സെയിം എഫക്റ്റ്. അതായത് ഒരു ആൻഡ് ഗേറ്റ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ സർക്യൂട്ടിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ 0ഉം 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ, ബൈനറി ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ആൻഡ് ഗേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ആൻഡ് ഗേറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഗേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. ദിസ് ഇസ് അവർ ആൻഡ് ഗേറ്റ്. 2 ഇൻപുട്ട് ഉണ്ടാകും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും. എ ബി 2 ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട് y, വി ക്യാൻ കോൾ ഇറ്റ് ആസ് y. ഇനി ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരു ടേബിൾ ഉപയോഗിച്ചിട്ടാണ്. സോ ആ ടേബിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രൂത്ത് ടേബിൾ. അപ്പോൾ എന്താണ് ട്രൂത്ത് ടേബിൾ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ട്രൂത്ത് ടേബിളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇൻപുട്ട് ഉണ്ടാവും എ ബി, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഉണ്ടാവും y. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും അതുപോലെ തന്നെ അതൊരു ടേബിളിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഈ ട്രൂത്ത് ടേബിളിൽ പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇൻപുട്ട് എ, ആദ്യത്തെ ടെർമിനൽ 0, രണ്ടാമത്തെ ടെർമിനലും 0 നിങ്ങൾ കൊടുക്കുക. ആദ്യത്തെ ടെർമിനലും രണ്ടാമത്തെ ടെർമിനലും 0 കൊടുത്താൽ നിങ്ങൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, ഇനി ആദ്യത്തെ ടെർമിനലിൽ 1ഉം രണ്ടാമത്തേൽ 0ഉം കൊടുത്താൽ നിങ്ങൾ ഔട്ട്പുട്ട് അതും 0 ആയിരിക്കും. ഇനി ആദ്യത്തേതിൽ 0, രണ്ടാമത്തേതിൽ 1, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി 2ഉം 1 കൊടുത്താൽ നിങ്ങൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ, സോ 1.
അപ്പം ഇൻപുട്ട് എന്താണോ അതൊരു ലോജിക്കലി ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഇൻപുട്ട് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് 0യും 1ഉം ആണ്. അത് നമുക്കറിയാം, കാരണം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെയുള്ള 0യും 1ഉം ആണ്. 0 1 എന്ന് പറഞ്ഞാൽ ഓൺ ഓർ ഓഫ്, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, യെസ് ഓർ നോ എന്ന് പറയുന്ന രീതിയിൽ അവിടെ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് 0യും മറ്റൊന്ന് 1ഉം. അപ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലയർ പോലെയാണ്. അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. 0 × 0 0 0 0 × 1 0 1 × 0 0 1 × 1 1. യെസ്, അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഓർത്ത് വെച്ചാൽ മതി. എന്തിന്? ആൻഡ് ഗേറ്റിന്. ഓക്കെ, ഇനി അടുത്ത ഗേറ്റ് ആണ്, രണ്ടാമത്തെ ഗേറ്റ് ആണ് ഓർ ഗേറ്റ്. വാട്ട് ഈസ് ഓർ ഗേറ്റ്? എന്താണ് ഓർ ഗേറ്റ്? ഞാൻ പറഞ്ഞു വീണ്ടും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. ഓർ ഗേറ്റ്. ഓർ ഗേറ്റും എന്താണ്? ഒരു ലോജിക് ഗേറ്റ്സ് ആണ്. ഈ ലോജിക് ഗേറ്റ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ. അപ്പം ഇതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഓർ ഗേറ്റിന് ഇങ്ങനെയാണ് നമ്മൾ ഓർ ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഒരു ഇൻപുട്ടും ഉണ്ടാകും. ഇത് കർവ്ഡ് ആണ്, ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ഡി പോലെ. സോ ഇൻപുട്ട് എ, ബി, ഔട്ട്പുട്ട് വൈ. ഇത് എന്ത് പോലെയാണ്? അഡീഷൻ ആണ് ഇവിടെ നോക്കുക. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും? നമുക്കറിയാം അഡീഷൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും. സോ അതേപോലെ തന്നെ എഴുതി നോക്കാം. ദറ്റ് ഈസ് വി ഹാവ് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇൻപുട്ട് എ, ബി, ദെൻ വൈ. വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതും എ ബി, ഇവിടെ എന്ത് എഴുതും? എ പ്ലസ് ബി, അങ്ങനെ എഴുതും. സോ ഈ ഇക്വേഷന് നമ്മൾ പറയുന്ന പേരാണ് ബൂളിയൻ ഇക്വേഷൻ. ബൂളിയൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ ട്രൂത്ത് ടേബിളും അതുപോലെ തന്നെ ഈ ഇക്വേഷനും കൊണ്ടുവന്നത്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കാറുള്ളത് ബൂളിയൻ ഇക്വേഷൻ എന്നാണ്. ബൂളിയൻ ഇക്വേഷൻ. അപ്പം എന്താണ് നമ്മുടെ ഓർ ഗേറ്റ് എന്ന് പറയുന്നത്? അഡീഷൻ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു നോക്കാം. 0 0 0 0 ഇൻപുട്ട് രണ്ടും 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി ഇൻപുട്ട് 0 1 0 കൊടുത്താൽ എന്തായിരിക്കും? ആഡ് ചെയ്യാണ്. 1 + 0 യെസ് 1. ഇനി അടുത്തത് 0, എ 0 കൊടുത്തു, ബി 1 കൊടുക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? യെസ് 1 ആയിരിക്കും. ദെൻ അടുത്തത് ഇൻപുട്ട് രണ്ടും 1 1, ഔട്ട്പുട്ട് എന്തായിരിക്കും? 1. ഇതാണ് നമ്മുടെ എന്ത്? ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർ ഗേറ്റ് എന്താണ്? ആഡിങ് ആണ്, അഡീഷൻ. ഓർ ഗേറ്റ്. നാൻഡ് എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അഡീഷൻ ഇതാ 0 + 0 0 0 + 1 1 1 + 1 1 1 1 + 1 2 അല്ല 1 ആണ്. കാരണം എന്താണ്? ഇവിടെ നമ്മൾ എടുക്കുന്നത് നോർമൽ അഡീഷൻ അല്ല. നോർമൽ അഡീഷൻ ആണ് 1 + 1 2 ആ കിട്ടുക. ഇവിടെ എന്താണ്? 2 ഹൈ, അപ്പോൾ ഹൈ അല്ലെങ്കിൽ ലോ, 1 or 0. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഓർ ഗേറ്റിന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ അവസാനത്തെ ബേസിക് ഗേറ്റ്സ്, 3 ബേസിക് ഗേറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ്. എന്താണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്? നോട്ട് ഗേറ്റിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇൻവെർട്ടർ. ഇൻവേർട്ട് ചെയ്യും. എന്താണോ അതിൻ്റെ ഇൻവെർട്ടർ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മുടെ സർക്യൂട്ട് എന്താണോ അതിൻ്റെ ഇൻവേർട്ടഡ് വേർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. 1 ആണെങ്കിൽ 0, 0 ആണെങ്കിൽ 1. അത്തരത്തിലുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ സർക്യൂട്ടിന് ലോജിക് ഗേറ്റ്സിന് പറയുന്ന പേരാണ് എന്ത്? നോട്ട് ഗേറ്റ്. അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? യെസ്, നോട്ട് ഗേറ്റ്. ഒരു ഇൻപുട്ടും ഉണ്ടാകും, ഒരു ഔട്ട്പുട്ടും ഉണ്ടാകും. സോറി, എന്താണോ നമ്മുടെ ഇൻപുട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ട്രൂത്ത് ടേബിൾ ഉണ്ടാവുക? ട്രൂത്ത് ടേബിളിൽ എ ഉണ്ടാകും, ഇൻപുട്ട് വൈ, ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് വരിക? ആദ്യത്തേതിൽ നിങ്ങൾ 0 കൊടുക്കൂ, ഔട്ട്പുട്ട് 1 തരും. ഔട്ട്പുട്ട് 1 കൊടുക്കൂ, ഇൻപുട്ട് 1 കൊടുക്കൂ, ഔട്ട്പുട്ട് 0 തരും. സോ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോട്ട് ഗേറ്റ്. അപ്പോൾ 3 ഗേറ്റുകൾ നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള 3 സർക്യൂട്ടുകളാണ് ഏതൊക്കെ? ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് നാൻഡ് ഗേറ്റ്. ഓക്കെ, ഇതിനെ നമുക്ക് അനലോഗിലേക്ക് മാറ്റുകയാണെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഒരു അനലോഗ് എന്ന് പറയുന്നത് എന്താണ്? 2 സ്വിച്ച് സീരീസ് ആയിട്ട് കൊടുത്തു നോക്കും. 2 ഇലക്ട്രോണിക് സ്വിച്ച് സീരീസ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ സീരീസ് ആയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 2 സ്വിച്ചുകൾ, ഒരു ബാറ്ററി. ഓക്കെ, ഒരു ബാറ്ററി, 2 സ്വിച്ച് സേ S1 ആൻഡ് S2, 2 സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ സീരീസ് ആയിട്ട് കൊടുത്താൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എങ്ങനെയായിരിക്കും വരിക?
ഒന്ന് ഓണ് മറ്റേത് ഓഫ്. അപ്പോൾ സർക്യൂട്ട് എന്തായിരിക്കും? ക്ലോസ്ഡ് അല്ല, ഔട്ട്പുട്ട് ഇല്ല. മറ്റേത് ഓണ് S1, ഇത് സർക്യൂട്ട് നമ്പർ 1, സ്വിച്ച് നമ്പർ 1, സ്വിച്ച് നമ്പർ 2. അതായത് അപ്പോൾ അനലോഗിലേക്ക് ഞാൻ എങ്ങനെ ഇതിനെ മാറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനലോഗ് അപ്ലിക്കേഷൻ ലെവൽ എങ്ങനെ, അല്ലെങ്കിൽ അനലോഗിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയുന്നത്. രണ്ട് സ്വിച്ച് സീരീസ് ആയിട്ട് കൊടുക്കുക. ഒന്ന് ഓൺ ചെയ്യുക, മറ്റേത് ഓഫ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? കറണ്ട് ഇങ്ങനെ വരുന്നു, ഒന്ന് ഓൺ ആയിരിക്കും, അതിലൂടെ കണ്ടക്ട് ചെയ്യും, ബട്ട് അടുത്തത് ഓഫാണ്, അപ്പോൾ കണ്ടക്ട് ചെയ്യൂല, നോ ഔട്ട്പുട്ട്. ഇനി ഇത് ഓൺ ആക്കുക, ഇത് ഓഫ് ആക്കുക, നേരെ തിരിച്ചു വരിക. അപ്പോഴും എന്തായിരിക്കും? ഒരു സ്വിച്ചിലൂടെ കറണ്ട് പോവില്ല, നോ ഔട്ട്പുട്ട്. രണ്ടും ഓൺ ആക്കി വെച്ചാൽ മാത്രം കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഏതുപോലെയാണ് രണ്ട് സ്വിച്ചുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഒരു ഡയോഡ് ആൻഡ് ഗേറ്റ് കൊണ്ടുവയ്ക്കുന്നത്. ക്ലിയർ? ഇനി അതുപോലെയാണെങ്കിൽ ഓർ ഗേറ്റോ? ഒന്ന് ഇമാജിൻ ചെയ്യും, എങ്ങനെയായിരിക്കും ഓർ ഗേറ്റ് ഉണ്ടാവുക? ഓർ ഗേറ്റ് എങ്ങനെയായിരിക്കും? യെസ്, രണ്ട് സ്വിച്ച് എങ്ങനെ വെച്ചാൽ പാരലലാക്കി വെച്ചാൽ, രണ്ട് സ്വിച്ച് പാരലലാക്കി വെച്ച് നോക്കൂ നിങ്ങൾ. രണ്ട് സ്വിച്ച് പാരലൽ, ഇത് ഒന്നാമത്തെ സ്വിച്ച്, ഓക്കെ, ഇത് നമ്മുടെ രണ്ടാമത്തെ സ്വിച്ച്. രണ്ട് സ്വിച്ച് നമ്മൾ പാരലലായിട്ട് വെക്കുക, ഓക്കെ. എന്നിട്ട് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. ഇപ്പം കിട്ടുന്ന ഔട്ട്പുട്ട്, ഉണ്ടാവുന്ന കറണ്ട് നമുക്ക് എങ്ങനെ നോക്കാം? ആദ്യത്തേത് S1 ഓൺ ചെയ്യുക, S2 ഓഫ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? കണ്ടക്ഷൻ എന്താ? ഇതിലെ കറണ്ട് പോകുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു, കറണ്ട് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും, ഓക്കെ. അപ്പം 0 0 ആണെങ്കിൽ, രണ്ടും ഓൺ ആണെങ്കിൽ, രണ്ടും ഓഫ്, സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഒന്ന് ഓൺ ആക്കിയാൽ അതിലൂടെ കറണ്ട് പോകും. ആദ്യത്തേതാണെങ്കിൽ അതിലൂടെ കറണ്ട് പോകുന്നു, ദാറ്റ് മീൻസ് വോൾട്ടേജ് ഫ്ലോ ചെയ്യുന്നു, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു, കറണ്ട് ഉണ്ടാവുന്നു. രണ്ടാമത്തെ ഓൺ ആക്കിയാലും ഉണ്ടാവുന്നു, രണ്ട് ഓൺ ആക്കിയാൽ രണ്ടിലൂടെയും പോകുന്നു. അപ്പം അത് എന്തിന് തുല്യമാണ്?